UPSC സ്കോറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. പുതുതായി 5 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ചുമതലയേറ്റു. തിരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ചുമതലയേറ്റു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മധ്യപ്രദേശ് മോഹൻ യാദവാണ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. മധ്യപ്രദേശ് എന്നുള്ള മ എന്ന അക്ഷരത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. മോ. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി. മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി. മിസോറാം മുഖ്യമന്ത്രി ലാൽദു ഹോമ. രാജസ്ഥാൻ ഫജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി. ഇങ്ങനെ 5 പുതിയ മുഖ്യമന്ത്രിമാർ ചാർജ് എടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി, മിസോറാം ലാൽദു ഹോമ, രാജസ്ഥാൻ ഫജൻലാൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 20 രാജ്യങ്ങളിൽ നിന്നുള്ള വനം ജൈവ വൈവിധ്യ മേഖലകളിലെ 146 വിദഗ്ധർ പങ്കെടുത്ത ഏഷ്യയിലെ ആദ്യത്തെ റേഞ്ചർ ഫോറം ഡിസംബറിൽ നടന്നു. അത് എവിടെയാണ് നടന്നത്? 20 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് പങ്കെടുത്തത്. ഏഷ്യയിലെ ആദ്യത്തെ റേഞ്ചർ ഫോറമാണ്. അത് നടന്നത് ആസാമിലെ ഗുവാഹട്ടിയിലാണ് നടന്നത്. 146 വിദഗ്ധർ പങ്കെടുത്ത ആദ്യത്തെ റേഞ്ചർ ഫോറം നടന്നത് ആസാമിലെ ഗുവാഹട്ടിയിലാണ്. 2022 കണക്കുകൾ പ്രകാരം കാർബൺ നിർഗമനത്തിൽ ആഗോളതലത്തിൽ ഒന്നാമതുള്ള രാജ്യം ചൈനയാണ്. കാർബൺ പുറന്തള്ളുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. നെക്സ്റ്റ്, അർജന്റീനയുടെ പുതിയ പ്രസിഡന്റാണ് ജാവിയർ മിലെയാണ്. അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ് ജാവിയർ മിലെ. പ്രഥമ ഇന്ത്യൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദി ന്യൂഡൽഹി. പ്രഥമ ഇന്ത്യൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദിയാണ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം. 2023 ആഫ്രിക്കൻ ഫുട്ബോളിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിക്ടർ ഒസിംഹൻ ആണ്. നൈജീരിയയിലെ കളിക്കാരനാണ് വിക്ടർ ഒസിംഹൻ. 2023 ആഫ്രിക്കൻ ഫുട്ബോളിലെ മികച്ച താരമായിട്ടാണ് വിക്ടർ ഒസിംഹനെ തിരഞ്ഞെടുത്തത്. പ്രഥമ ഇന്ത്യൻ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ബിനാലയുടെ വേദി ന്യൂഡൽഹിയാണ്. അർജന്റീനയുടെ പ്രസിഡന്റാണ് ജാവിയർ മിലെ ആണ്. 2023 ഫീമെയിൽ സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനിയാണ്. 2023 ഫീമെയിൽ സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനി. ഇന്ത്യയുടെ കായിക രംഗത്തെ നയിക്കുന്നതിൽ സുപ്രധാന നേതൃത്വം വഹിക്കുന്നതിനാണ് നിത അംബാനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. 2023 ഫീമെയിൽ സ്പോർട്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നിത അംബാനി. അടുത്ത ചോദ്യം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉക്രൈനിൽ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചു. ഉക്രൈൻ്റെ തലസ്ഥാനമാണ് കീവ്. ഉക്രൈൻ്റെ തലസ്ഥാനം കീവ്. ചരിത്രത്തിൽ ആദ്യമായി ഉക്രൈനിൽ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ചു. ഉക്രൈനിലും റഷ്യയിലും പരമ്പരാഗതമായി ജനുവരി 7 ഓർത്തഡോക്സ് വിഭാഗം ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. ഉക്രൈനിലും റഷ്യയിലും പരമ്പരാഗതമായിട്ട് ജനുവരി 7 സാധാരണ ഓർത്തഡോക്സ് വിഭാഗം ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. ഈ പ്രാവശ്യം ഡിസംബർ 25 ആഘോഷിക്കും. അടുത്തൊരു ചോദ്യം. 1973 കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും കോച്ചുമായിരുന്ന ടി.എ. ജാഫർ അന്തരിച്ചു. ടി.എ. ജാഫർ ആരെന്ന് ചോദിച്ചാൽ 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ആ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ആളാണ് ടി.എ. ജാഫർ. പിന്നീട് കോച്ചായിട്ട് മാറി. അദ്ദേഹം അന്തരിച്ചു. ടി.എ. ജാഫർ, ഈ പേര് മറക്കരുത്. 1973 കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും കോച്ചുമായിരുന്നു ടി.എ. ജാഫർ. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS ഇംഫാൽ. 164 മീറ്ററാണ് ഇതിൻ്റെ നീളം, 10 മീറ്ററാണ് വീതി. പരമാവധി വേഗം 36 നോട്ട്സാണ്, അതായത് 56 കിലോമീറ്റർ മണിക്കൂറിൽ. അടുത്തൊരു പുസ്തകം. പുലരി വിരിയും മുൻപേ എന്ന നോവൽ രചിച്ചതാരാണ്? പുലരി വിരിയും മുൻപേ എന്ന പുസ്തകം എഴുതിയത് റിപ്പർ ജയാനന്ദൻ. പുലരി വിരിയും മുൻപേ എന്ന പുസ്തകം എഴുതിയത് റിപ്പർ ജയാനന്ദൻ. 2023 കളിയച്ചൻ പുരസ്കാരം നേടിയത് കലാമണ്ഡലം ഗോപി. 2023 കളിയച്ചൻ പുരസ്കാരം നേടിയത് കലാമണ്ഡലം ഗോപി. അടുത്ത ചോദ്യം. കോഴിക്കോട് കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിന്
യുനെസ്കോ ഏഷ്യ പസഫിക് പുരസ്കാരം ലഭിച്ചു? കോഴിക്കോട് കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തിന് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പുരസ്കാരം ലഭിച്ചു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. അടുത്തൊരു ചോദ്യം. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 24 2023 ഉപഭോക്തൃ ദിനത്തിൻ്റെ തീമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇറ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. ഇപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 24. അടുത്തത് 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരാണ് മാതൃകം. കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരാണ് മാതൃകം. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി നിയമിതനാകുന്നത് റിയൂവൻ അസർ. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി നിയമിതനാകുന്നതാണ് റിയൂവൻ അസർ. റിയൂവൻ അസറാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ. മറ്റൊരു ചോദ്യം. അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൻ്റെ അന്താരാഷ്ട്ര ഹാർമണി ഫെസ്റ്റിവൽ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൻ്റെ അന്താരാഷ്ട്ര ഹാർമണി ഫെസ്റ്റിവൽ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നെക്സ്റ്റ്. IPL താരലേലത്തിലെ ഏറ്റവും വില കൂടിയ താരമാണ് മിച്ചൽ സ്റ്റാർക്ക്, കൊൽക്കത്ത. IPL താരലേലത്തിലെ ഏറ്റവും വില കൂടിയ താരം മിച്ചൽ സ്റ്റാർക്ക്. അതുപോലെ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം ചോദിച്ചാൽ ഹർഷൽ പട്ടേൽ. ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരമാണ് ഹർഷൽ പട്ടേൽ. മറ്റൊരു ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ്. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം. ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് IKS വിക്കി. ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേര് IKS വിക്കി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ്. IPL താരലേലത്തിൽ ഏറ്റവും വില കൂടിയ താരം മിച്ചൽ സ്റ്റാർക്ക്. ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം ഹർഷൽ പട്ടേൽ. അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൻ്റെ അന്താരാഷ്ട്ര ഹാർമണി ഫെസ്റ്റിവൽ പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി നിയമിതനാകുന്നത് റിയൂവൻ അസർ. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മറക്കാതെ പഠിക്കുക. കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ്റെ പേരാണ് മാതൃകം. മാതൃകം. ഇത്രയും ചോദ്യങ്ങളാണെന്ന് പറയാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം.